കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദേവികേ, ദേവികേ, വരണു ഏട്ടാ. ആ പൂവ റെഡിയായോ? പിന്നെ സമയം പോയില്ലേ? ആ, നീ എവിടെയായിരുന്നു? ഞാൻ ദീപ്തിയുടെ അടുത്ത് വരെ പോയതാ. ദീപ്തിയുടെ അടുത്ത് എന്തിനു? ഞാൻ അവളെ ഒരു കാര്യം വാങ്ങാൻ ഏൽപ്പിച്ചിരുന്നു. എന്ത് കാര്യം? ഇതെന്താ ഇത്? ഇത് ശാഹിനിക്ക് കൊടുക്കണം. ഏട്ടൻ പറഞ്ഞു വെച്ചിട്ടുള്ള അവളുടെ ഏകദേശ രൂപ എനിക്കറിയാം. അത് വെച്ചിട്ട് ഞാൻ വാങ്ങിയിടാം. കൊടുത്തേക്കാം. ഓക്കെ. ഇത് ഞാൻ എന്തെന്ന് പറഞ്ഞു കൊടുക്കും? ദേവിയേടത്തി തന്നു പറയണം. ദേവികേടത്തി തന്നു? ചുമ്മാ പറഞ്ഞതാ. ഒരു കാര്യം ചെയ്യാം, ഇത് ഞാൻ വാങ്ങിച്ചാന്നും പറയാലോ. എങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്താ മതി. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഒന്നുമില്ലേലും ഞാൻ ആ വീട്ടിലെ മൂത്ത മരുമകളല്ലേ, എനിക്ക് എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? കോളർ നേരേക്ക്. എന്തോ എന്ത് മയങ്ങല്ലേ? മയങ്ങല്ലേ? കുട്ടികളവിടെ ഉണ്ട്. ചെല്ല്. അമ്മേ, അനന്തേട്ടനെ കൂടി കല്യാണം കഴിച്ചാ പിന്നെ അമ്മയ്ക്ക് വീട്ടിൽ ഒരു പണിയും ചെയ്യേണ്ടി വരില്ല അല്ലേ? എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം. അമ്മ കൊറേ കാലം പണിയൊക്കെ എടുത്തല്ലേ, ഇനി അമ്മ ടിവിയും കണ്ടിരിക്കുക. അപ്പൊ അനന്തേട്ടന്റെ ഭാര്യയും ഷാഹിനയും ഈ വീട്ടിലെല്ലാ പണിയും ചെയ്യും. പിന്നെ ഞാനുണ്ടല്ലോ. നിനക്ക് വേണ്ടിട്ടുണ്ടപ്പോ ഓടാ, എനിക്കും വേണം. എനിക്ക് വേണമെന്ന് കേട്ടണ അമ്മേ. വയസ്സുകാലത്ത് നോക്ക ആരെങ്കിലും വേണ്ട ചെക്ക. അമ്മ ഉണ്ടാവൂലേ? ഈ ചെക്കൻ എന്തായി പറയണ? ആരും വേണ്ട. കൊറേ പശുക്കൾ ഉണ്ടാവണം. നന്ദിനിയും രമണിയും ഒക്കെ പ്രസവിച്ചിട്ടേ കൊറേ പശുക്കൾ ഉണ്ടാവും. അമ്മേ. ആ മോളെ എണീറ്റാ? ആ, ഞാൻ നേരത്തെ എണീറ്റു. കുളിയൊക്കെ കഴിഞ്ഞാ? ഞാൻ മുറ്റം നോക്കട്ടെ? വേണ്ട, ഞാൻ അടിച്ചോളാം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കാനുള്ള. നീ കുളിച്ചതല്ലേ? എന്നാ ഞാൻ അടുക്കള കയറട്ടെ? ആ കേറിക്കോ. എന്താ ഉണ്ടാക്കണ്ടേ? അയ്യോ, ഞാൻ അന്നേരം ദോശക്ക് ഇടാൻ മറന്നുപോയി. നമുക്കൊരു കാര്യം ചെയ്യാം, പുട്ടുണ്ടാക്കാം. മോളിന്നപ്പോ പോയിട്ടേ ചായക്ക് വെള്ളം വെക്ക്. എല്ലാവരും രാവിലെ എണീറ്റ ഉടനെ ചായ ചായ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും കേട്ടാ. ചായ ഉണ്ടായിക്കോ, ഞാൻ അങ്ങോട്ട് വരാം. അല്ല, അമ്മ വരണ്ട, ഞാൻ ചെയ്തോളാം. ഇത്ര നാളും കഷ്ടപ്പെട്ടതല്ലേ, ഇനി കുറച്ച് വിശ്രമിക്ക്. എനിക്കങ്ങനെ വിശ്രമിക്കാനൊന്നും പറ്റില്ല കുട്ടിയെ. ഒന്നും ശീലമില്ല. പണിയെടുക്കണം എന്തെങ്കിലും, അതാണ്. എന്നാ നമുക്ക് രണ്ടുപേർക്കും കൂടി ചെയ്യാട്ടോ? ആയിക്കോട്ടെ, ചെല്ല്. അപ്പുണ്ണേട്ടാ. അതേ, ഓ രണ്ടാൾ കൂടി കണ്ട് സെറ്റായില്ലേ? എന്തേ, നിനക്ക് വല്ല വിഷമമുണ്ടാ? പിന്നെന്താ? അത് അമ്മ അവളായിട്ട് വഴക്ക് കൂടിയ സമയത്തേ എനിക്ക് അവള് തൊഴുത്തിൽ ഒരുപാട് സഹായമൊക്കെ ചെയ്തിരുന്നേ. ഓ, അപ്പൊ ഒന്നും കിട്ടില്ല. പിന്നെ അവള് നിന്റെ തൊഴുത്തി പണി എടുക്കാനാണല്ലോ അങ്ങോട്ട് വന്നത്. ഓ പോടാ ചക്ക, പശുവിന് കാടി കൊണ്ട് കൊടുക്കാൻ നോക്ക്. അമ്മായിമ്മയുടെ ഒരു ഗമ. പോടാ. അല്ലമ്മേ, അപ്പോ അമ്മ ഇവിടെ വരുമ്പോ ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നേ? ഇവിടെ ബലരാമേട്ടന്റെ അമ്മയും പിന്നെ ഒരു ചെറിയമ്മ ഉണ്ടായിരുന്നു. ചെറിയമ്മയോ? അവരെ ബന്ധത്തിലുള്ള ഏതോ ഒരു ചെറിയമ്മ, അകന്ന ബന്ധത്തിലുള്ളതാ. അപ്പൊ അവരെ വീട്ടിൽ വലിയ കഴിവൊന്നുമില്ല. അപ്പൊ അമ്മ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. അമ്മയ്ക്കൊരു സഹായമായല്ലോ, അതിന് വേണ്ടിയിട്ട്. പാവായിരുന്നു. അച്ഛൻ്റെ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മയുടെ അമ്മായിമ്മ? അത് വെറൊരു പാവം, ചുണ്ട് നാവൊന്നും ഇല്ലാത്ത ഒരു സാധു സ്ത്രീ. അയ്യോ പാവം. ജന്മന അങ്ങനെ ആയിരുന്നോ? എങ്ങനെയായിരുന്നോന്ന്? ചുണ്ടും നാവൊന്നും ഇല്ലാതെ. ഔ എൻ്റെ കുട്ടിയെ, അതൊരു പറച്ചിലാണ്. ഈ ചുണ്ട് നാവില്ല എന്ന് പറഞ്ഞാലേ ചുണ്ടും നാവും ഇല്ല എന്നല്ല, വർത്താനൊന്നും ഇല്ലാണ്ട് പതുങ്ങിക്കൂടി ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നോളൂ. ഒരു ബഹളമൊന്നും ഇല്ലാത്തൊരാള്, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാ പോരെ അമ്മ? അല്ല, എന്നിട്ട് ബാക്കി പറ.
എന്നിട്ട് എന്താ അവർക്ക് മക്കളെ വലിയ കാര്യമായിരുന്നു കേട്ടോ ഇവന്മാരെ മൂന്നിനെ. എന്നിട്ട് എന്നോട് പറയും, അമ്പിളിക്ക് ഒരു 4 വയസ്സൊക്കെ ആയപ്പോഴാണ് തോന്നുന്നുണ്ട്, എന്നോട് പറഞ്ഞു മോളെ ഒരു കുട്ടിയും കൂടി വേണം, അത് പെൺകുട്ടി ആയാലോ എന്ന്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പെൺകുട്ടി വേണമെന്ന്. ആർക്ക്? ആ അമ്മയ്ക്കോ? ഓ എനിക്ക് ഈ അമ്മയ്ക്ക്. ആ അങ്ങനെ പറ. പക്ഷെ ഞാനെന്താ വിചാരിച്ചത്, 4ാമത്തെ കുട്ടിയെങ്ങാനും ആൺകുട്ടിയായി പോയാലോ, അതുകൊണ്ട് ഞാനത് വിട്ട്. 3 തന്നെ വളർത്തി വലുതാക്കാൻ ഞാൻ പെട്ട പാടെ എനിക്കറിയാം. അല്ല പിന്നെ. എന്നിട്ട് ഓരോരുത്തന്മാര് കാണിച്ചു വെച്ചേക്കുന്ന പണിയാണെങ്കിലോ ഒന്നും പറയണ്ട. ഇപ്പോഴാണ് 4ാമത്തെ കുട്ടി. ആ പുട്ടും കൂടെ അങ്ങോട്ട് കഴുകിയെടുത്തു മോളെ. എടുക്കാം. തേങ്ങ ചിലപ്പോ കുറച്ചും കൂടി വേണ്ടി വരും കേട്ടോ. ചേരണ്ട ഞാൻ. അമ്മേ, ആ ഷാഹിര വന്നത് ഒരു കണക്കിന് നന്നായില്ലേ? എന്താ അങ്ങനെ? അല്ല, അല്ലെങ്കിൽ ഈ തേങ്ങ മുഴുവനപ്പോ ഞങ്ങള് ചിരകേണ്ടി വരില്ലേ? ഓ തേങ്ങ ചിരവി തരണൊരു മക്കള് പോടാടുന്നു. അതെന്താ പിന്നെ ഞങ്ങള് തേങ്ങ ചിരകാറില്ല? എന്താ വെറുതെ നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ, മനുഷ്യൻ കഷ്ടപ്പെട്ട്. എങ്ങനെയുണ്ട് ഷൈന നിന്റെ മയമ്മ? അമ്മ പാവാണല്ലോ. പാവോ? ഈ അമ്മയാ? എന്താടാ എനിക്ക് കുഴപ്പം? ഇതാ കണ്ട, ഇതെന്നെ പ്രശ്നം. അന്നേരം ചായ എടുക്കട്ടെ? ചായ വേണം. പിന്നെ മോളെ എന്തോ വന്നേ, ഇത് ഒരു ചുരിദാർ വാങ്ങിച്ചതാ. എനിക്കോ? നിനക്കല്ലാതെ പിന്നെ അമ്മ ചുരിദാർ ഇടൂ. എന്റെ കളറും തോന്നുന്നത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് നോക്ക് ഇഷ്ടാവൂ. അതൊക്കെ അപ്പൊ അവളോട് ചോദിക്കണം. അവളാ? ഏതാ അവള്? അല്ല, എന്റെ ഓഫീസിൽ പെൺകുട്ടിയുണ്ടേ, ഞാൻ അവളുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ദേശാ എനിക്ക് പറ്റിയൊരു ചുരിദാർ പോയിട്ട് വാങ്ങിക്കാം. അല്ലാതെ എനിക്ക് എവിടെ ചുരിദാർ വാങ്ങാൻ അറിയാമോ? ഞാനും വിചാരിച്ചു നീ നിനക്കും ആരെങ്കിലും ഉണ്ടോന്ന്. എനിക്കോ? ഈ അമ്മക്ക് വട്ടാണ്. ചായ വേണ്ട എന്താ? ചായ വേണ്ട, പുട്ടാവട്ടെ. മോളെ ആ ചെരവെടുത്ത് മാറ്റി വെക്ക് കേട്ടോ. നല്ല രസമുണ്ടല്ലോ അമ്മ. നല്ലതാ. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇങ്ങനത്തെ വേഷമൊന്നുമില്ല കുട്ടിയെ. അടയ്ക്കും തേങ്ങയൊക്കെ വിറ്റ് കിട്ടുന്ന ചില്ലറ കൊണ്ട് നാരായണേട്ടൻ്റെ പീടിയെന്നേ ഇങ്ങനത്തെ നേരിയതാ അല്ലെങ്കിൽ വല്ല ഓയിൽസാരിയൊക്കെ വാങ്ങും, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഫാഷനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് ഇഷ്ടമായാ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അച്ഛൻ വാങ്ങി തന്നതിൽ എനിക്ക് ഇതാ ഇഷ്ടമായി. അച്ഛൻ നിനക്ക് ചുരിദാർ വാങ്ങി തന്നാ? എനിക്ക് ചുരിദാർ പീസും അമ്പിളിക്കൊക്കെ ഷർട്ടും വാങ്ങിച്ചല്ലോ, അമ്മ കണ്ടില്ലേ? ആണല്ലേ? കാണിച്ച് നിക്കാണ്. എന്താ ബലരാമേട്ടാ, നിങ്ങൾ എന്നോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടാ. എന്ത് ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ അവർക്ക് ചുരിദാർ മേടിച്ചു കൊടുത്താ? ചുരിദാറോ? ചുരിദാറ്. ആർക്ക്? യോധ ഒന്നും അറിയാത്ത പോലെ കള്ളൻ. നിങ്ങൾ ആ ഷാഹിനക്ക് ചുരിദാർ മേടിച്ചു കൊടുത്തില്ലേ? എന്താ ചിരിക്കുന്നു? കൊടുത്തോ ഇല്ലയോ? അല്ല, നിന്നോടിപ്പോ ഇതാര് പറഞ്ഞു? പങ്കി വല്ലതും പറഞ്ഞോ? അവള് തന്നെ പറഞ്ഞു. കൊടുത്തോ ഇല്ലയോ? അവൾ അങ്ങനെ പറഞ്ഞോ? ഓ എന്റെ ബലരാമേട്ടാ, നിങ്ങൾ കൊടുത്തോ ഇല്ലയോ? അതെ, നിങ്ങൾ കൊടുത്തോ ഇല്ലയോ? കൊടുത്തു. കൊള്ളൻ. എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞോ? ഇല്ല. എന്താ പറയുന്നത്? എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ? എന്താ ചോദിക്കാഞ്ഞത്? അതെ, എനിക്കിവിടെ ജീവിക്കണ്ടായോടി. അയ്യടാ, കേട്ടാ തോന്നുന്നു നിങ്ങളെ ഞാനിവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന്. ഇത്ര രഹസ്യമായിട്ട് എന്തിനാ ചുരിദാർ മേടിച്ചു കൊടുത്തേ? ഒരു മതിപ്പ് കിട്ടാൻ. ഒരച്ഛനല്ലയോ? അച്ഛൻ. നീ ഇവിടെ നമുക്കൊരു ചുരിദാർ മേടിച്ചു കൊടുക്കും. എന്തിനാ? ഒരു മതിപ്പ് നിനക്കും കിട്ടട്ടെ. അങ്ങനത്തെ മതിപ്പൊന്നും എനിക്ക് വേണ്ട. ഇപ്പൊ ചുരിദാർ മേടിച്ചു കൊടുത്ത് മതിപ്പ് ഉണ്ടാക്കാൻ നിൽക്കുന്നു. ബലരാമേട്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓ
സീതേ ക്ഷമിക്ക്. സോറി സീത, പോട്ടെ, ക്ഷമിക്ക്. എന്നാലും എന്നോട് കള്ളം പറഞ്ഞില്ലേ? സോറി അടി. ഒന്ന് കഴിക്കാൻ വാ. ആ. മതി മതി. ആ മതി, നിൽക്കട്ടെ. ഹോ, പുട്ടിനും നിന്റെ സ്വഭാവം അതല്ലോടി. എന്തോന്ന് അതൊരു മയമില്ല. രാമേട്ടാ, രാവിലെ തന്നെ വേണ്ട. അനന്തനെ കണ്ടില്ലല്ലോ. അനന്താ, കഴിക്കണില്ലേ? കറി നന്നായിട്ടുണ്ടല്ലോ. അമ്മ ഉണ്ടാക്കിയതാ. അതെ, മധുരമില്ലാത്ത ഏതാ മോളെ? അത് ഇതാ അച്ഛാ, മാറിപ്പോയതാ. അനന്താ, അനന്താ. ആ അതാ വരുന്നമ്മേ. മതി മതി. വാടോ ചങ്ങാതി, ഭക്ഷണം കഴിക്കണ്ടേ? ഇരുന്നല്ലേ. മോളെ അച്ഛൻ അല്ലാണ്ട് ചാറ് വേണം. ലേശം ചാറിഞ്ഞ് വെച്ചാൽ വേണം. എന്തിനു ചാറ് മാത്രം മതി. മതി മതി മതി. മതിയോ? ഓ പുട്ടന്നെ. കറി എന്തമ്മേ ഒരു മയമില്ലല്ലോ. ആ, അത്ര മയമൊക്കെ മതി മോനെ. ആ ചാറ് കൂട്ടിയാണ്ട് കുഴച്ച് കഴിക്ക്, അപ്പം മയം കിട്ടും. കറി അസലായിട്ടുണ്ട് കേട്ടോ. ചേച്ചി ഉണ്ടാക്കിയത് ആണോ? ഉപ്പില്ല, ഉപ്പില്ലല്ലോ. ഡാ മര്യാദയ്ക്ക് അത് കഴിച്ചിട്ട് എണീറ്റ് പോ. എന്റെ അമ്മ ഒരു ഇത്തിരി ഉപ്പെങ്കിലും ഇതിലിട്ടൂടെ? നന്നായിന്ന് പറഞ്ഞ ആളാ. ഈ ചായയാണ് ഈ ചായ അമ്മ ഉണ്ടാക്കിയതാ. ചേച്ചി ഉണ്ടാക്കിയത്. മോളെന്താ ഉണ്ടാക്കിയത്? ഈ പുട്ട്. അയ്യോ, മയമില്ലെന്ന് ഞാൻ പറഞ്ഞും പോയല്ലോ. അതന്നെയാണ് എന്റെ പ്രശ്നം. മഴ ഇല്ലാണ്ട് ഓരോന്ന് വിളിച്ചു പറയും. അമ്പിളിയും എണീറ്റിട്ടില്ല. ഇല്ല. നീ അപ്പുണ്ണി എന്തെങ്കിലും കഴിച്ചോ? അപ്പുണ്ണേട്ടൻ ആദ്യം കഴിച്ചു പോയി. അതുണ്ടോ? 2 കുറ്റി പുട്ട് പശുവിനും കൊണ്ടുപോയി. പശുവിനും കൊണ്ടുപോയി ആ പുട്ടോ? അയ്യോ, അപ്പൊ അതാണ് ഇതിൽ പുട്ടില്ലാത്ത. ഞാനും വിചാരിച്ചു നീ അവൻ ചോദിച്ച ഉടനെ അങ്ങോട്ട് എടുത്തു കൊടുത്താ. ആ കൊടുത്തു. ഇവിടുത്തെ പശു എല്ലാം കഴിക്കുമെന്ന് പറഞ്ഞു. വെള്ളം കൊടുത്തേ. ജനിക്കാച്ചാ അവന്റെ പശുവായിട്ട് ജനിക്കണം. തല്ലും തട്ടിയേ. കുഴപ്പമുണ്ടോ? അത് ബലരാമേട്ടൻ എപ്പോഴും ഉള്ളതല്ലേ കഴിക്കുമ്പോ ഇക്കളെടുക്കല്. ഓ, ശരിയാ, നല്ല കഴിച്ചാ മതി. എടാ, ലേശം കറിയും കൂടി വെക്കട്ടെ. കൂട്ടാൻ ലേശം കൂടി വെക്കണോ? ഇതിൽ ഉപ്പൊന്നും ഇല്ലെന്ന്. അനന്താ, നീ രാവിലെ തന്നെ ചൊറിയാൻ നിക്കല്ലേട്ടാ. നല്ല വെള്ളവും നീണ്ടുപോയി. എന്താണ് നന്ദിനിയത്? ചാണകം കഴുകുക, മൂത്രം ഒഴിക്കുക, എന്നിട്ട് ഞാൻ അതിങ്ങനെ കഴുകുക. പരിപാടി തുടങ്ങിയോ? ആ അമ്മാവോ, അതെ, ആ ചരുവത്തിൽ ഇത്തിരി കാടിവെള്ളം കളിക്കേണ്ട എടുത്തേ. നിനക്കെന്താ പണി? അപ്പൊ ഞാൻ അവിടെ തൊഴുത്ത് കഴുകണ കണ്ടില്ലേ? അപ്പൊ അത് കഴുകി എന്നിട്ട് എടുത്തു കൊടുത്താൽ മതി. എന്നാ പിന്നെ അമ്മാവൻ തൊഴുത്ത് കഴുകി, ഞാനത് എടുക്കാം. എന്റെ അപ്പുണ്യം നടക്കാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നാ ഒരു ജീവിതത്തിൽ ഇതൊക്കെ ചെയ്തെന്ന് നീ കണ്ടുണ്ടോ? അതെ, വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടേ വേര് മുളക്കി മൂട്ടില് ട്ടാ. ആ, അപ്പൊ ആ വേരിന്റെ തണലിൽ നിനക്ക് ഇരിക്കാം. ഓ, എവിടേക്കാ ഇത്ര ധൃതിയില്? ഞാൻ കക്കൂസിലേക്ക് പോകാനല്ലാണ്ട് ഈ വഴിക്ക് ഇറങ്ങാറില്ല അപ്പുണ്യെ. എനിക്ക് തോന്നിയ ഇടയിൽ നിന്റെ ഈ തൊഴുത്താണ് എനിക്കൊരു തടസ്സപ്പോ. ഓ, തൊഴുത്ത് തടസ്സാണ്. ആ, പശുവിന്റെ പാലിങ്ങനെ കുടിക്കണ്ടല്ലോ 2 നേരം. അപ്പൊ ഒരു തടസ്സമില്ല.
ഈ പശുക്കളോടെ ചാണത്തിന് പകരം ഇത്തിരി വൃത്തിയുള്ള എന്തെങ്കിലും ഇട്ട് തരാൻ പറയാച്ചാൽ അത് ഇത്ര കഷ്ടപ്പാട് നിനക്കുണ്ടാവില്ല. അമ്മാവൻ എന്താ ഉദ്ദേശിച്ചപ്പോ? ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. നീ നിന്റെ പണി എന്താ അമ്മാവന്റെ പണി ഒഴിക്കുക. അല്ല ഓസ് എന്ന് പറഞ്ഞ വെള്ളല്ലേ. കണ്ടില്ലേ, ഇത് ആദ്യം നിന്റെ ആള്. എന്റെ പേരെങ്ങനെ? നീയാ? ഞാൻ എന്നെ പശു പേര് വിളിക്കാൻ വിചാരിച്ചു. ഇതെന്താ കൊറേ ലോട്ട് കണ്ടിട്ട് വിലക്കായിരുന്നില്ലേ? ഇപ്പൊ എന്താ വിലക്ക് മാറിയോ? ഇവിടെ ഒന്ന് പാല് മേടിച്ചോളാൻ പറഞ്ഞു. ആര്? അമ്മ പറഞ്ഞ പറഞ്ഞു ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞ? എന്താ സന്തോഷം നോക്കിയടി. ഇവളുടെ ദിവസം കണി കാണണമെന്നുണ്ടാവും നിനക്ക് അല്ലേ? അതെ, എന്നെ കളിയാക്കേണ്ട സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ കുമാരി മാത്ര. ബാക്കി എല്ലാവരും എന്നോട് പൊട്ടനോട് സംസാരിക്കും പോലെ സംസാരിക്കാം. അമ്മാവനടക്കം. എന്താ പുണ്യ നീ ഈ ആദ്യ വർത്താനം പറയണേ? അല്ലേ അമ്മാവൻ എല്ലാവരുടെ അടുത്ത് അങ്ങനെയല്ലേ പറയണേ? വെറുതെ അല്ലടാ നിന്നെ പൊട്ടാന്ന് വിളിക്കണത്. ഈ ജാതി വർത്താനം ആരെങ്കിലും പറയോ എന്നെ എല്ലാവരും പൊട്ടാന്നായി വിളിക്കണെന്ന്? കണ്ടോ ഇത്തിരി നേരത്തിനുള്ളിൽ എത്ര പ്രാവശ്യം പൊട്ടാന്ന് പറഞ്ഞു. എന്താ കുമാരി ഇവൻ പറയണേ? ഒന്നുമല്ല ഭംഗിയാമ്മ, ഇത് കണ്ടോ തൊഴുത്തൊക്കെ കഴുകാൻ ഞാൻ സഹായിക്കായിരുന്നേ. ഇപ്പൊ ആരില്ലേ? അതെ, ഷാഹിന അമ്മയായിട്ട് സെറ്റായി. ഇല്ലെങ്കിൽ അവള് വരുമായിരുന്നു സഹായിക്കാൻ. അവളെവിടെ? അകത്തുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. ഞാനും വരാം, വാ. എന്തിനാ നീ പോണ? അവള് നോക്കിയാ കാണില്ലേ? അപ്പൊ ഞാനെന്താ പോയാല്? എന്തിനാ നീ പോണേ? നല്ല നിന്നെ എത്ര ദിവസം കാണാണ്ടേ. അല്ല നീ ഇനിയിപ്പോ അടുത്ത ഉണ്ണിയപ്പായിട്ട് വന്നേക്കാണോ അടി ഉണ്ടാക്കാൻ? ഉണ്ണിയപ്പത്തിന്റെ പരിപാടി ഞാൻ നിർത്തി. നന്നായി. നീ പോയി കാണ്. പോയിട്ടേ. ഞാൻ വന്ന കാര്യം മറന്നല്ലോ. കുമാരേച്ചി, ഇത് എത്ര ദിവസമായി കണ്ടിട്ട്? ആഹാ, അപ്പൊ നീ കാരണല്ലേ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. ഉണ്ണിയപ്പ കഥ ഓർമ്മയില്ലേ? ശരിയല്ലേ? കുറച്ചു മുമ്പ് മഹാറാണി വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. ഏത് മഹാറാണി? നിന്റെ അമ്മയമ്മ അല്ലാതാരാ. ശരിക്കും? എന്ത് പറഞ്ഞേ? നാളെ മുതൽ വേണമെങ്കിൽ പാല് മേടിക്കാൻ വന്നോളൂട്ടോന്ന്. നിന്നോട് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലേ? എന്നോടിപ്പോ ഭയങ്കര സെറ്റായി. മോളേന്നൊക്കെയാ വിളിക്കുന്നത്. മോളേന്നോ? നീ ഇതെങ്ങനെ മയക്കെടുത്ത്? അതെങ്ങനെയൊക്കെയോ അങ്ങനെയായി. ഇടി ഒരുവിധപ്പെട്ട ആർക്കും മയക്കെടുക്കാൻ പറ്റില്ല മഹാറാണിയെ. അപ്പൊ അച്ഛൻ മയക്കിയതോ? അച്ഛൻ മയക്കിയത് അവിടെ ഇരിക്കട്ടെ, ഇവിടെ എല്ലാവർക്കും പേടിയാടി. പിന്നെ നിന്റെ എന്തെന്നാ അമ്പിളി? അമ്പിളിക്ക. അമ്പിളിക്ക ഉണ്ടല്ലോ, ഇപ്പോഴും അമ്മ ഒന്ന് ഇരുത്തി മൂളിയാ, പേടിച്ച് മൂത്രയിക്കും. എന്റെ അമ്പിളിക്കൊക്കെ പേടിയൊന്നുമില്ല. എന്റെ അമ്പിളിക്കൊക്കെ ധൈര്യം ഉള്ളതുകൊണ്ടല്ലേ എന്നെ പെട്ടിയൊട്ടയിൽ കയറ്റിക്കൊണ്ടുവന്നേ. എടി പൊട്ടി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ധൈര്യം ഉള്ളത് കൊണ്ടാണ് നിന്നെ മൂടി പൊതിഞ്ഞ് പെട്ടിയോട്ടയിൽ കയറ്റിക്കൊണ്ടുവന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ നിന്നെ അന്തസ്സായിട്ട് നടത്തിക്കൊണ്ടു വന്നേനെ അല്ലേ? ശരിയാണല്ലോ. ഇന്നാള് ഇതുപോലെ അമ്പിളിയേട്ടൻ പുറത്തെവിടെയോ കറങ്ങാൻ പോയി, തിരിച്ചു വന്നപ്പോ ഇവിടുത്തെ മഹാറാണി എന്താടി നിർത്തി കളഞ്ഞേ? എന്നെ പറ്റിയായിരിക്കും പറഞ്ഞോണ്ടിരുന്നല്ലേ? അതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായേ? അതൊക്കെ എനിക്കറിയാം. ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ വന്നത്. കുമാരിയെ, നാളെ മുതൽ നീ പാലം അടിക്കാൻ വരില്ലേ? വരും. അപ്പുണ്ണിയെ 2 ദിവസമായിട്ട് നിന്നെ കാണാണ്ട് അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഈ തൊഴുത്ത് കഴുകാനും കാടി കലക്കാനൊക്കെ സഹായിക്കൂലോ, കാണാത്തോട്ടുള്ള. പിന്നെ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷം? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തേ. എനിക്കില്ലേ അച്ഛനൊരു ചുരിദാർ പീസും പിന്നെ അനന്തേട്ടൻ ഒരു ടോപ്പും വാങ്ങിച്ചു തന്നു. ശരിക്കും? അതെനിക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ കൊടുക്കണം. എവിടെയാ കൊടുക്കുക? അതിപ്പോ ജംഗ്ഷനിൽ കൊടുക്കാം. നല്ലതാ, നല്ല രസമുണ്ട് കാണാൻ. അമ്മയ്ക്ക് എന്താ വാങ്ങിയത്? എനിക്ക് ആരും ഒന്നും വാങ്ങിയില്ല. വെറുതെ കള്ളം പറയാവടി. ഇവിടെ ആരെന്ത് വാങ്ങിയാലും ആദ്യം അമ്മയ്ക്കാ കൊടുക്ക. ഇവിടുത്തെ മഹാറാണിയാണേ. മഹാറാണി
പറഞ്ഞ അവിടുന്ന്. അമ്മേ ഒന്ന് കാണിച്ചതാ, ഞാൻ കണ്ടുവച്ചിട്ട് ഉരുകി പോകുന്നില്ല. പെണ്ണ എനിക്കൊന്നും മേടിച്ചിട്ടില്ലാന്ന്. വാങ്ങിയില്ലേ? അതെന്താ വാങ്ങാഞ്ഞേ? മോളെ ആ മുറ്റിയ വെണ്ടയ്ക്കൊക്കെ അങ്ങ് മാറ്റിക്കോ. മുറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ടാണ്ടാവും. ഇതിലേതാ അമ്മേ മുറ്റിയത്? ഞാൻ എടുത്തരാം. പിന്നെ വരാം പോയിട്ട്. നാളെ പാല് മേടിക്കാൻ വരാം. എന്താണ് മെമ്പറിനെ പട്ടി അടിച്ചാണ് ഞാനും തൊട്ടാ ചെയ്യണേ. ആ അത് ശരി, നാട് മുഴുവൻ നായക്കളുടെ ശല്യം തന്നെയാണ്. ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? അതിനുള്ള നടപടി എന്താ വെച്ചാൽ ചെയ്യാന്നല്ലാണ്ട്. അതന്നെയാ പറയണതേ. അതൊക്കെ അവനവൻ സൂക്ഷിക്കേണ്ട കാര്യം, അല്ലാണ്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാ നീ പറഞ്ഞോ കേൾക്കുന്നുണ്ട്, പറയും. ഏത് നേരം കക്കൂസിന്റെ ഭാഗത്ത് നിന്ന് തിരിഞ്ഞളിക്കുന്നു. അതാ വരുന്നിടത്താണ്. അതെ ഞാൻ വിളിക്കാം. എന്നോടൊരു കാര്യം ചോദിക്കാണ്ട്. എന്താണ്? നീ ആരുടെ വയറ്റിന്ന് വന്നേ? വയറ്റിന്ന് പോവല്ലേ? എന്റെ വായിന്ന് എന്തേലും എടാ നിന്നെ ആരാ പ്രസവിച്ചെന്ന്? എന്റെ അമ്മ. എന്നെ പ്രസവിച്ചതാരാ? ചേച്ചിറമ്മ. അല്ല നമ്മുടെ അമ്മ ആണല്ലോ. അല്ലേ? അന്ന് ഷാഹിനക്ക് ചുരിദാർ വാങ്ങാൻ നിന്നെ പറഞ്ഞാരാ? അമ്മ. അല്ല അമ്പിളി അല്ലേ? ഞാൻ അന്ന് പറഞ്ഞാണല്ലോ. ആരുടെ കാശാ? ഇന്ത്യൻ ഗവൺമെന്റിന്റെ. അല്ല ഞാൻ പൊളിക്കൂട്ടാ. എന്തിപ്പോ ഞാൻ പറയാ? എന്ത് പറയണേ? ആരാ നിനക്ക് കയ്യിൽ കാശ് തന്നത്? കയ്യില് കാശ് തന്നത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചേച്ചി? അമ്പിളി പൈസ തന്ന കാര്യം. നമ്മുടെ അമ്മയെ പിടിച്ച് സത്യം ചെയ്ത നീ എന്തിനാ ചേച്ചി ഈ നിസാര കാര്യത്തിനൊക്കെ അമ്മേനെ പിടിച്ച് സത്യം ചെയ്യണേ? പങ്കേ, എന്റെ കെട്ടിയോനും മകളും കൂടി എന്നെ പൊട്ടിയാക്കിയാൽ ഞാൻ സഹിക്കും. പക്ഷെ നീ അതിന് കൂട്ടു നിൽക്കരുത് കേട്ടാ. നമ്മളെ ഒരു വയറ്റിന്ന് വന്ന അത് നീ മറക്കരുത്.